കേരള സർവകലാശാലയിലെ തർക്കം അതിരൂക്ഷ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. താൽക്കാലിക വിസിയുടെ എതിർപ്പ് മറികടന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രഖ്യാപിച്ചു. താൻ ഇറങ്ങിപ്പോയതിനു ശേഷമുള്ള തീരുമാനത്തിന് സാധുതയില്ല എന്ന് വിസി ഇൻചാർജ് സിസ തോമസ് പറഞ്ഞു. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ചെയർ ചെയ്യുന്നത് വി സി ആണ്. ആ വി സി ഡിസോൾവ് ചെയ്തിട്ട് പോകുമ്പോൾ ഇപ്പം നടക്കുന്നത് നിങ്ങൾ പറയുന്ന സിൻഡിക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു എന്താ പറയുക, അവർ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരൊരു കുശലം സംഭാഷണം നടത്തുന്നതായിട്ട് ഞാനത് ധരിക്കുന്നുള്ളൂ. കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ച പരിപാടിക്ക് അനുമതി നിഷേധിച്ചതിനെ ചൊല്ലിയാണ് രജിസ്ട്രാറെ വി സി സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേർന്നത്. ഹാൻസ്, ഇന്ന് നിർണായകമായിട്ടുള്ള സിൻഡിക്കേറ്റ് യോഗമാണ് ഇക്കാര്യത്തിൽ ചേർന്നത്. അതിന് പിന്നാലെയാണ് രജിസ്ട്രാറെ റദ്ദാക്കിയുള്ള ആ ഉത്തരവ് ഉണ്ടാവില്ല, രജിസ്ട്രാറെ തിരിച്ചെടുക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നത്. എന്നാൽ ആ തീരുമാനത്തിന് സാധുതയില്ല എന്നാണ് ഇപ്പോൾ വി സി ഇൻചാർജ് സിസ തോമസ് പറയുന്നത്. അവർ എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നത്? സ്വാതി, നിലവിലിപ്പോഴും സിൻഡിക്കേറ്റ് യോഗം തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി ചാപ്റ്റർ 6 പ്രകാരം ഒരു സീനിയർ സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള പ്രൊഫസർ രാധാമണിയുടെ അധ്യക്ഷതയിലാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. അല്പസമയം മുമ്പ് ഡോക്ടർ സിസ തോമസ് ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഇത് പ്രധാനമായും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ യോഗം ആരംഭിച്ചത് മുതൽ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇല്ലാത്ത വിഷയമായ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി യോഗം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു. ഇതിനായി ഒരു പ്രമേയം അവതരിപ്പിച്ചു. പക്ഷേ ഈ പ്രമേയം ത്തിന് അനുമതി ഡോക്ടർ സിസ തോമസ് നൽകിയിരുന്നില്ല. അത് പ്രധാനമായും അവർ കാരണമായി ഉന്നയിച്ചിരുന്നത് യോഗത്തിന്റെ അജണ്ട ഈ വിഷയമല്ല, ഹൈക്കോടതിയിൽ നൽകേണ്ട വിശദീകരണത്തിൽ ഒരു തീരുമാനം സ്വീകരിക്കേണ്ടതാണ് യോഗത്തിന്റെ അജണ്ട എന്നാണ് അവർ വാദിച്ചിരുന്നത്. അതിനെ തുടർന്ന് ഇടതുപക്ഷ അംഗങ്ങൾ അവരുടെ പ്രതിഷേധം ശക്തമാക്കുകയും ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടയിലാണ് വി സി ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും മാധ്യമങ്ങളോടക്കം ഇത്തരത്തിലുള്ള തീരുമാനം, ഈ റദ്ദാക്കിയ തീരുമാനം നിയമപരമായി നിലനിൽക്കില്ല എന്നതടക്കം വ്യക്തമാക്കിയത്. താൻ അധ്യക്ഷയായിരിക്കുമ്പോഴല്ല ഇത്തരത്തിൽ പ്രമേയം പാസാക്കിയത്. സിൻഡിക്കേറ്റ് അവരുടേതായ തീരുമാനം സ്വീകരിച്ചതാണ്. ഇപ്പോൾ ചേരുന്ന യോഗത്തെ ഒരു സിൻഡിക്കേറ്റ് യോഗമായി കണക്കാക്കാൻ കഴിയില്ല. കാരണം സിൻഡിക്കേറ്റിന്റെ അധ്യക്ഷ വി സി ആണെന്നടക്കം അവർ വ്യക്തമാക്കുന്നു. അതിനോടൊപ്പം തന്നെ നാളെ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകുമ്പോൾ തൻ്റെതായ രീതിയിലുള്ള വൈസ് ചാൻസലർ എന്ന പദവിയിലുള്ളതിനാൽ തൻ്റെതായ രീതിയിലുള്ള ഒരു വിശദീകരണം നൽകുമെന്നും വി സി ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസ് വ്യക്തമാക്കി. പക്ഷേ അതിന് ബദലായി ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത് വി സി ഉള്ളപ്പോൾ തന്നെയാണ്, യോഗത്തിൽ വി സി ഉള്ളപ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ പ്രമേയം പാസാക്കിയതും അവതരിപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇത് നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ വി സി ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിനാൽ തന്നെയാണ് കേരള സർവകലാശാല ചട്ടപ്രകാരം മറ്റൊരു അധ്യക്ഷതയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യോഗം പുരോഗമിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ യോഗം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ നാളെ ഹൈക്കോടതിയിൽ എന്ത് തരത്തിലുള്ള വിശദീകരണം നൽകണമെന്നുള്ളതിൽ കൂടി ഇപ്പോൾ തീരുമാനമാകും. പ്രധാനമായും സിൻഡിക്കേറ്റ് ഈ യോഗം റദ്ദാക്കി എന്നുള്ള വിശദീകരണം തന്നെയായിരിക്കും ഹൈക്കോടതിയിൽ നൽകാൻ പോകുന്നത്. പക്ഷേ ഇത് എത്രത്തോളം നിയമപരമാണെന്നുള്ള കാര്യം ചോദ്യചിഹ്നമാണ്. കാരണം വി സിയുടെ അധ്യക്ഷതയിൽ ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷ അംഗങ്ങൾ പറയുന്നത് വി സി ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് പ്രമേയം പാസ്സാക്കിയതെന്നാണ്. എന്തായാലും നാളെ ഹൈക്കോടതിയിൽ ഈ പെറ്റീഷൻ, രജിസ്ട്രാർ ആയിട്ടുള്ള KS അനിൽകുമാറിന്റെ പെറ്റീഷൻ പരിഗണിക്കുമ്പോൾ 3 വിശദീകരണങ്ങൾ വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം സിൻഡിക്കേറ്റിൻ്റെ വിശദീകരണം യൂണിവേഴ്സിറ്റി സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയിൽ വ്യക്തമാക്കും. അതിനോടൊപ്പം തന്നെ വി സിയുടെ വിശദീകരണം താൽക്കാലിക വി സി ആയിട്ടുള്ള കേരള സർവകലാശാലയുടെ താൽക്കാലിക വി സി ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമെല്ലെ നടപടിയെ അനുകൂലിച്ചുകൊണ്ടായിരിക്കും. കാരണം സിസ തോമസ് വ്യക്തമാക്കിയത് അത് തന്നെയാണ്, വി സിയുടെ നിലപാടിനെ വ്യതിചലിക്കാനാവില്ല എന്ന് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ വി സി ആ നിലപാടിൽ തന്നെ എന്തായാലും വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക്, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇക്കാര്യം വഴിതെളിയുന്നു എന്നുള്ളതാണ്. കേരള സർവകലാശാലയിലെ തർക്കം അതിരൂക്ഷ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. താൽക്കാലിക വി സിയുടെ എതിർപ്പ് മറികടന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രഖ്യാപിച്ചു. എന്നാൽ അതിന് സാധുതയില്ല എന്നാണ് വി സി ഇൻചാർജ് സിസ തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്.